ന്യൂസ് മലയാളം ബിഗ് എക്സ്ക്ലൂസീവ്. പാലക്കാട് കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയാകും. സ്ഥാനാർത്ഥിയാകണമെന്ന നിർദ്ദേശം VD സതീശൻ മുരളീധരനെ അറിയിച്ചു. KPCC നേതാക്കളുമായി കൂടിയാലോചിച്ച ശേഷമാണ് ഇന്ന് വൈകിട്ട് മുരളിയെ തീരുമാനം അറിയിച്ചത്. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ മുരളിയുടെ പേരും ഉൾപ്പെടുത്തുമെന്നും സൂചന. വിശദാംശങ്ങളുമായി ലെവിൻ K വിജയൻ ചേരുന്നുണ്ട്. ലെവിൻ, ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. ഒടുവിൽ പാലക്കാട് കോട്ട പിടിക്കാൻ മുരളീധരൻ ഇറക്കുകയാണോ? ഗൗതം, കോൺഗ്രസിന്റെ എക്കാലത്തെയും ക്രൈസിസ് മാനേജർ എന്നറിയപ്പെടുന്ന കെ മുരളീധരനായിരിക്കും പാലക്കാട് ഇത്തവണ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് വ്യക്തമാവുകയാണ്. ഇന്ന് വൈകിട്ട് മൂവാറ്റുപുഴയിൽ നടന്ന പുതുയുഗ യാത്രക്കിടയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി മുരളീധരൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് പ്രതിപക്ഷ നേതാവ് പാലക്കാട് സ്ഥാനാർത്ഥിയാകണമെന്ന് കെ മുരളീധരനോട് ആവശ്യപ്പെട്ടത്. VK ശ്രീകണ്ഠൻ MP, പാലക്കാട്ട് നിന്നുള്ള MP, മുൻ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്താണ് ഈ ആവശ്യം അദ്ദേഹത്തെ അറിയിച്ചത്. നേരത്തെ വട്ടിയൂർക്കാവിലും ഗുരുവായൂരിലുമായിരുന്നു ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കെ മുരളീധരനെ കോൺഗ്രസ് പരിഗണിച്ചതെങ്കിൽ വട്ടിയൂർക്കാവിനപ്പുറത്തു നിന്നും കോൺഗ്രസിന് വിജയിക്കാൻ അത്യന്താപേക്ഷിതമായ സ്ഥലമായി പാലക്കാട് മാറിയതിലൂടെയാണ് ഈ കോട്ട പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കെ മുരളീധരനെ പാർട്ടി നേതൃത്വം തന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഈ തീരുമാനം സംസ്ഥാനത്തെ നേതാക്കൾ അറിയിക്കും. ആദ്യഘട്ട പട്ടികയിൽ കെ മുരളീധരന്റെ പേര് തന്നെ പട്ടിക പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. നേരത്തെ വട്ടിയൂർക്കാവിൽ അടക്കം കടുത്ത മത്സരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും വട്ടിയൂർക്കാവിനപ്പുറത്തു നിന്നും കെ മുരളീധരൻ വിജയിച്ചു വരേണ്ട സാധ്യത പാലക്കാടാണ് ഉള്ളത് എന്നുള്ളത് തന്നെയാണ് പാർട്ടി നേതൃത്വം കണക്കാക്കുന്നത്. ഗുരുവായൂർ സീറ്റിനോട് കെ മുരളീധരന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ലീഗ് നേതൃത്വം പ്രാദേശികമായി വലിയ എതിർപ്പ് ഈ മുരളിയുടെ അടക്കം കോൺഗ്രസിൽ അവിടെ സീറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയ സാഹചര്യത്തിൽ കൂടിയാണ് പാലക്കാട്ടേക്ക് മുരളിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പാർട്ടി നിർദ്ദേശിച്ചിരിക്കുന്നത്. പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവും ലീഗ് നേതൃത്വവും അടക്കം മുരളിയുടെ സ്ഥാനാർത്ഥിത്വം സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യം. നേരത്തെ 2024 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ആ സമയത്ത് തന്നെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടം അന്നവിടെ സ്ഥാനാർത്ഥിയായതിനു ശേഷവും മുരളീധരൻ സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തടക്കം പുറത്തു വന്നതും ഈ സാഹചര്യത്തിൽ ഓർത്തെടുക്കേണ്ട കാര്യമാണ്. അങ്ങനെ ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആകെ ആവശ്യപ്രകാരം കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാലക്കാട് മുരളീധരൻ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ ഭീഷണി BJPയിൽ നിന്നായിരുന്നു കടുത്ത മത്സരം നേരിട്ടത്. അതേ നിലയിലുള്ള പുതിയ സാഹചര്യം അവിടെ ഉരുത്തിരിയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാം. അത് കോൺഗ്രസിന്റെ പ്രതിച്ഛായയെ, കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളെയൊക്കെ ജില്ലാ ആസ്ഥാനത്തെ വലിയ ക്ഷീണം ചെയ്തു. ഇതൊക്കെ മറികടന്നുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യം ആണ് എന്നുള്ള നിലപാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ മത്സരിച്ചപ്പോൾ ത്രികോണ മത്സരമായിരുന്നു പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 58,389 വോട്ടുകൾ നേടിയാണ് രാഹുൽ വിജയിച്ചത്. C കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി അന്ന് നേടിയത് 39,549 വോട്ടുകളായിരുന്നു. LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച P സരിൻ 37,293 വോട്ടുകൾ നേടിയെങ്കിലും വളരെ ശക്തമായ പോരാട്ടം നടന്നത് BJPയും കോൺഗ്രസും തമ്മിലായിരുന്നു. ഇതേ സമാനമായ സാഹചര്യം പാലക്കാട് ഇത്തവണയും ഉണ്ടാകും. കരുത്തനല്ലാത്ത ഒരു സ്ഥാനാർത്ഥി അവിടെ ഉണ്ടായാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കിയേക്കുമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ പാലക്കാട്ടേക്ക് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. 1990 ഇതിനിടയിൽ ഒറ്റ കാര്യം കൂടി, അതായത് ഇപ്പോൾ ഈ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് ഈ സ്ഥാനാർത്ഥിയാകണമെന്നുള്ള ആവശ്യം കെ മുരളീധരനുമായി പങ്കുവച്ചു. അത്തരത്തിലുള്ള നിർദ്ദേശം കെ മുരളീധരനോട് നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഇതിനിടയ്ക്ക് റിപ്പോർട്ടുകളായി വന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ശോഭാ സുരേന്ദ്രനായിരിക്കും പാലക്കാട് BJP സ്ഥാനാർത്ഥിയാകുക എന്നുള്ള ഏകദേശ ധാരണ സംബന്ധിച്ചുള്ള വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ ഇക്കുറി പാലക്കാട് വലിയ പോരാട്ടം നടക്കാനുള്ള സാഹചര്യമാണ് ഒരുങ്ങുന്നത്. ഒരു വശത്ത് കെ മുരളീധരൻ എത്തുമെന്നുള്ള ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. അത് നിർദ്ദേശം വന്നിരിക്കുന്നു. ഇനി ഹൈക്കമാൻഡിന്റെ കൂടി തീരുമാനം വന്നാൽ അതുണ്ടാകും. ശോഭാ സുരേന്ദ്രൻ ഏതാണ്ട് പേരിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി ഇടത് സ്ഥാനാർത്ഥിയാണ് ആര് എന്നുള്ള ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ എത്തുന്ന സാഹചര്യത്തിൽ ഇടത് സ്ഥാനാർത്ഥിയും കരുത്തനായിരിക്കും എന്നതിൽ നമുക്ക് തർക്കമൊന്നും ഉണ്ടാകില്ല. അങ്ങനെയാണെങ്കിൽ ഇത്തവണ പാലക്കാട് എങ്ങനെ വിധി എഴുതും ലെവിൻ?
തീർച്ചയായും ഗൗതം, സംസ്ഥാനം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ ശക്തമായ ത്രികോണ പോരാട്ടമായിരിക്കും പാലക്കാട് നടക്കാനിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. നേരത്തെ BJP സ്ഥാനാർത്ഥിയെ അടക്കം നിശ്ചയിക്കുന്നതടക്കം അവരും വിജയസാധ്യത കൽപ്പിച്ചുകൊണ്ടാണ് പാലക്കാട്ടേക്ക് പരിഗണിച്ചിരിക്കുന്നത്. പി സരിൻ നിലവിലെ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായിരുന്നു. പി സരിൻ ഒരുപക്ഷെ വീണ്ടും സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയാണ് പാലക്കാട് നിലനിൽക്കുന്നതെങ്കിലും ശക്തരായിട്ടുള്ള രണ്ട് സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനൊപ്പം കെ മുരളീധരൻ കൂടി വരുമ്പോൾ വീണ്ടും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും പാലക്കാട് മണ്ഡലത്തിൽ ഇത്തവണയും നടക്കാനിരിക്കുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2011 മുതൽ തുടർച്ചയായി 4 വട്ടം കോൺഗ്രസ് പരാജയമറിയാത്ത മണ്ഡലമാണ് പാലക്കാട്. ഇത്തവണ ആ മണ്ഡലം കൈവിടുന്നതിനെ കുറിച്ച് ഒരു ഘട്ടത്തിലും ചിന്തിക്കാൻ കഴിയില്ല ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും സംസ്ഥാന കോൺഗ്രസിനും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിക്കൊണ്ട് മത്സരത്തിൽ തുടക്കത്തിൽ തന്നെ കളം പിടിക്കാനുള്ള കോൺഗ്രസിന്റെ തീരുമാനം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും KC വേണുഗോപാൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, AICC നേതാക്കളുടെ കൂടി അംഗീകാരത്തോടു കൂടിയാണ്, അവരുടെ കൂടി അറിവോടുകൂടിയാണ് മുരളീധരനെ പാലക്കാട്ടേക്ക് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുരളിയോട് തയ്യാറെടുക്കാനും പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകാനുമുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് മുന്നോടിയായി നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം പാലക്കാട്ടേക്ക് ട്രെയിൻ കയറുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും പാലക്കാട് ശക്തമായ അടിത്തറ. ഇതിനിടയിൽ ഒറ്റ കാര്യം കൂടി, അതായത് ഈ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന ചർച്ചകൾക്കകത്ത് നമുക്ക് ഉയർന്നു കേട്ട മണ്ഡലങ്ങളിൽ ഒന്ന് വട്ടിയൂർക്കാവായിരുന്നു, പിന്നൊന്ന് നേമത്ത് മത്സരിക്കാനുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരുന്നു, പിന്നീട് ഗുരുവായൂരിലേക്ക് എത്തുന്നു. നിലവിൽ പല ഘട്ടത്തിലും കെ മുരളീധരനോട് ഇക്കാര്യം സംബന്ധിച്ച് മാധ്യമങ്ങൾ ചോദിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെയും തെക്കൻ മേഖലയിലുള്ള മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് വട്ടിയൂർക്കാവിലോ നേമത്തൊക്കെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് കൂടുതലും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ പാർട്ടി ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായി തന്നെ ഏറ്റെടുക്കാനായിരിക്കുമോ കെ മുരളീധരൻ തീരുമാനിക്കുക? അത് അദ്ദേഹം മറ്റെന്തെങ്കിലും വിയോജിപ്പ് പറയാനുള്ള സാധ്യതയുണ്ടോ? എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുക? ഗൗതം, ഔദ്യോഗികമായ ഒരു പ്രതികരണം അദ്ദേഹം ഈ വിഷയത്തെ ചൊല്ലി ഇതുവരെ നടത്തിയിട്ടില്ല. ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ ലഭിച്ചിരുന്നില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ഇത്തരം ഒരു നിർദ്ദേശം നൽകിയത് ചില സർവേകളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. വട്ടിയൂർക്കാവ് അടക്കം നേമം അടക്കം തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ കാര്യങ്ങൾ കുറച്ചുകൂടി കടുകട്ടിയായി മാറും എന്നുള്ളൊരു വിലയിരുത്തൽ, ഒരു സൂചന അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സുരക്ഷിതമായി വിജയിച്ചു കയറാൻ കഴിയുന്ന കോൺഗ്രസിന് സംഘടനാ സംവിധാനങ്ങൾ ശക്തമായ കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിലേക്ക് അവതരിപ്പിക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറെടുത്തത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ശക്തമായ അടിത്തറയുള്ള കോൺഗ്രസിന് വിജയസാധ്യത ഉള്ള പാലക്കാട്. പ്രതിസന്ധികളുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട്, സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ അവർക്കുണ്ട്. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് വലിയ വിജയം നേടാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് അവിടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുക. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വലിയ ലീഡാണ് UDF-നുണ്ടായിരുന്നത്. കണ്ണാടി പഞ്ചായത്തിലടക്കം പിരായരി പഞ്ചായത്തിലടക്കം വലിയ ലീഡ് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് നേടാൻ കഴിഞ്ഞിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിജയസാധ്യത കൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമെടുക്കുന്നത്. പാലക്കാട് മുനിസിപ്പാലിറ്റി, കണ്ണാടി പഞ്ചായത്ത്, പിരായരി, മാത്തൂർ പഞ്ചായത്ത് തുടങ്ങിയ പഞ്ചായത്തുകളിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിഹിതം തന്നെ വോട്ട് വിഹിതത്തിൽ നേടാനായിട്ടുണ്ട്. അത്തരത്തിലുള്ള കണക്കുകളുടെ കൂടി വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്തിരിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അതിലുണ്ടായ തിരിച്ചടികൾ, പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ കോൺഗ്രസിന് പാലക്കാട് മണ്ഡലത്തിൽ എതിരാളികൾക്ക് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ വിഷയങ്ങളാണ്. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ രാഹുൽ വിഷയം ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഇതര മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനെ മറികടക്കാൻ ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നുള്ള വിലയിരുത്തലിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒടുവിൽ കെ മുരളീധരനിലേക്ക് പാലക്കാട് നേതൃത്വവും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വവും എത്തുന്നത്. ഏതായാലും തയ്യാറെടുത്ത് കഴിഞ്ഞു കോൺഗ്രസ് നേതൃത്വം എന്നുള്ള സൂചനകൾ തന്നെയാണ് അവരുടെ ക്യാമ്പിൽ നിന്ന് ലഭ്യമാകുന്നത്. ശരി, തീർച്ചയായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ ന്യൂസ് മലയാളം പുറത്തുവിടുന്നത്. പാലക്കാട് കെ മുരളീധരൻ UDF-ന്റെ സ്ഥാനാർത്ഥിയായി എത്തും. അതിനുള്ള നിർദ്ദേശം, മത്സരിക്കാൻ തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാവ് നൽകിക്കഴിഞ്ഞു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കൂടി വരുന്നതോടെ ആദ്യഘട്ട പട്ടികയിൽ കെ മുരളീധരന്റെ പേരും ഉണ്ടാകും. അത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ്. എന്തായാലും ലെവിൻ കെ വിജയനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.